ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൊമ്പ് മുളച്ച തേങ്ങയുടെ കഥ അറിയാമോ? ഒരിക്കൽ മമ്മിയൂർ ദേശത്തെ ഒരു ഭക്തനായ ഗൃഹനാഥൻ തന്റെ വീട്ടിനടുത്ത് ഒരുപാട് തെങ്ങുതൈകൾ നട്ടുപിടിപ്പിച്ചു. കാലപ്രവാഹത്തിൽ അവ വളർന്ന് വലിയ തെങ്ങുകളായി. അവയിൽ ആദ്യമായി ഫലവത്തായ തേങ്ങാക്കുലകൾ ഉണ്ടാവുകയും ചെയ്തു. ആദ്യമായി ഉണ്ടായ തേങ്ങാക്കുലകൾ ഭക്തനായ ഗൃഹനാഥൻ ഗുരുവായൂരപ്പൻ സമർപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഈ തേങ്ങാക്കുലകൾ ആ നാടിന്റെ ജന്മിയുടെ കണ്ണിൽപ്പെട്ടു. ആ കുലയിലെ മുഴുവൻ തേങ്ങയും തനിക്ക് വേണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇല്ല, അത് ഭഗവാൻ ഗുരുവായൂരപ്പൻ കാണിക്ക വയ്ക്കാനുള്ളതാണ്, അത് തരുവാൻ പറ്റില്ല എന്ന് ഭക്തൻ പറഞ്ഞു. ഭക്തൻ അത് നിരസിച്ചപ്പോൾ ഈ തേങ്ങയ്ക്ക് എന്താണ് പ്രത്യേകത, തേങ്ങയ്ക്കെന്താ കൊമ്പുണ്ടോ എന്ന് ജന്മി പരിഹസിച്ചു ചോദിച്ചു. ഭക്തൻ ശാന്തനായി മറുപടി പറഞ്ഞു, ഭഗവാൻ വിചാരിച്ചാൽ അതും അതിനപ്പുറവും സംഭവിക്കും എന്ന്. അദ്ഭുതം എന്ന് പറയട്ടെ, ആ കുലയിലെ ഓരോ തേങ്ങയ്ക്കും കൊമ്പ് മുളച്ചു തുടങ്ങി. ഇത് കണ്ട് ജന്മിക്ക് തന്റെ തെറ്റ് മനസ്സിലാക്കുകയും ഭഗവാനോട് ക്ഷമ ചോദിക്കുകയും തുടർന്ന് ജന്മിയും ഭക്തനും ചേർന്ന് ആ കുല ഗുരുവായൂരപ്പൻ സമർപ്പിച്ചു. വർഷങ്ങളോളം ഈ അദ്ഭുത തേങ്ങ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിൽ ഐശ്വര്യചിഹ്നമായി തൂക്കിയിരുന്നു. പിൽക്കാലത്ത് ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന്റെ ഭാഗമായി ദേവസ്വം മ്യൂസിയത്തിലാണ് ഈ തേങ്ങയുള്ളത്.